Hi guys, what's up? Welcome to Holistic Ways. ഇപ്പോൾ ഒരു മിഡ് വീക്കിലാണ് നമ്മൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നത് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മളെ ടോപ്പിക്സിലോട്ട് പോവാം. അപ്പോൾ നമ്മളൊരു സീരീസ് ബേസ്ഡ് വീഡിയോ ട്യൂട്ടോറിയൽസ് ആണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് അതിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് ഒരു ഇമേജ് പ്രോംപ്റ്റ് ക്യാൻവ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സൈറ്റിന് ആവശ്യമായ ഇമേജസ് ഒരു ഔട്ട്സൈഡിന്റെ AI ബേസ്ഡ് ടൂൾസിന്റെ സഹായത്തോടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതുമാതിരിത്തെ കുറച്ച് ടൂൾസ് ആണ്. ഇത് എന്തിനാണ്? അപ്പൊ നിങ്ങൾ വിചാരിക്കും ലവബിൾ എന്ന് പറഞ്ഞ സൈറ്റിനെ കുറിച്ചിട്ടാണല്ലോ ഈ വീഡിയോ ട്യൂട്ടോറിയൽ. അപ്പോൾ വൈ ദിസ് ഇമ്പോർട്ടൻസ്? അപ്പോൾ അതിന്റെ ഒരു മേജർ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ വെബ്സൈറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ AI വെച്ചിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലവബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ജസ്റ്റ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ മാത്രം ഉള്ള ഒരു സൈറ്റാണ്. സോറി. അപ്പൊ അതിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പുറത്തത്തെ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിന്റെ സഹായത്തോടെയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് പൊതുവായിട്ടുള്ള പ്രോംപ്റ്റിംഗ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതിന് സ്പെഷ്യൽ ടൂൾസ് ഉണ്ട്. അപ്പൊ അത്തരം കുറച്ച് ടൂൾസുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ടൂൾസ് തന്നെയാണ് നമ്മൾ നമ്മളെ ഫ്യൂച്ചറിൽ നമ്മളെ വെബ്സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ സൈറ്റിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് ഏതൊക്കെ തരം എന്തൊക്കെയാണ് നമ്മളെ വെബ്സൈറ്റിന് ആവശ്യമുള്ളത് നമ്മൾ അറിയണം. ഓക്കെ, അപ്പൊ നമുക്ക് വെബ്സൈറ്റിന് ആദ്യം ആവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു ബെറ്റർ ക്വാളിറ്റി ഇമേജസ് ആണ്. അപ്പോൾ ഈ ഇമേജസ് വേറെ എവിടെയും വരാനും പാടില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും പാടില്ല. അപ്പൊ നിങ്ങൾക്ക് അതിന് ഒരുപാട് വഴികളുണ്ട്. ഇപ്പോൾ ഒരു റിയൽ വേൾഡ് ഇമേജസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിയാലിറ്റി ടൈപ്പ് ഇമേജസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ സൈറ്റ് ഉണ്ട്, പെക്സൽസ് എന്നൊക്കെ പറഞ്ഞ സൈറ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് പെക്സൽസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലിങ്ക് കണ്ടോ, ഈ സ്റ്റോക്ക് ഫോട്ടോസ് വീഡിയോസ് യു ക്യാൻ യൂസ് എനിവെയർ, ബ്രൗസ് മില്യൺസ് ഓഫ് ഹൈ ക്വാളിറ്റി റോയൽറ്റി ഫ്രീ സ്റ്റോക്ക് ഇമേജസ് ആൻഡ് കോപ്പിറൈറ്റ് ഫ്രീ പിക്ചേഴ്സ്. നിങ്ങൾ നിങ്ങളുടെ കണ്ടീഷനനുസരിച്ച് അല്ലെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ ഇമേജസും നിങ്ങളുടെ വെബ്സൈറ്റിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഉള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും. അപ്പൊ കോപ്പിറൈറ്റ് എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ. ഒരാൾ യൂസ് ചെയ്തൊരു കാര്യം വീണ്ടും നമ്മൾ കട്ടെടുക്കുന്ന മാതിരിയാണ്, അല്ലെങ്കിൽ ഇത് അതേമാതിരി തന്നെയാണ് വെബ്സൈറ്റ് കാണുക, അല്ലെ ഗൂഗിൾ കാണുക, അല്ലെ ലൈക്ക് എനി അതർ സെർച്ച് എൻജിൻസ് കാണുക. അപ്പൊ ഇതുമാതിരത്തെ ജെന്യൂൻ വെബ്സൈറ്റ്സുകൾ അവൈലബിൾ ആണ്. പെക്സൽസ് എന്നാണ് ഈ വെബ്സൈറ്റിന്റെ പേര്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ സെർച്ച് ഫോർ ഫ്രീ ഫോട്ടോസ്. അപ്പൊ എനിക്ക് കുറച്ച് പപ്പീസിന്റെ ഫോട്ടോസ് വേണം. ഓക്കെ, പപ്പി ഐസ്, പപ്പീസ് ഫേസ്, പപ്പീസ് ലവ്, ഇപ്പൊ കുറെ ഫോട്ടോസുകളുണ്ട്. നമുക്ക് കൂടെ സെർച്ച് ചെയ്യാം. ഈ സെർച്ച് ഐക്കണിനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങൾക്ക് ആ ഫോട്ടോസിന്റെ സെക്ഷൻസിലോട്ട് പോകും. ഓക്കെ, അപ്പൊ ദിസ് ഈസ് അവർ ഫോട്ടോസ് without copyright issues. We can add to our websites like normal ways. You don't want to go any other websites or you don't want to put your images to our website from any other local sites. Okay,
അപ്പൊ അങ്ങനെയാണ് ഈ വെബ്സൈറ്റ്സിനെ ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ്സിനെ ഞാൻ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ കണ്ട ഇവിടെ നമുക്ക് പപ്പീസിന്റെ ഇഷ്ടം പോലെ ഫോട്ടോസ് ഉണ്ട്, ലൈക്ക് ഐസ്, ഫേസസ്, പ്ലത്തോറ ഓഫ് ഫോട്ടോസ് അവൈലബിൾ. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇപ്പൊ നമുക്ക് ഡൗൺലോഡ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ആ ഫോട്ടോ ഡൗൺലോഡ് ആവും. ഓക്കെ, ഇപ്പൊ നമുക്ക് ആ ഫോട്ടോസ് ഡൗൺലോഡ് ആയി. ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് പിന്നെ ക്യാൻവയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവർ പറയുന്നുണ്ട്. ഇതൊരു ഹൈ ക്വാളിറ്റി ഫോട്ടോസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് സൂം ചെയ്താൽ മനസ്സിലാവും. ഇതിന്റെ പിക്സൽ റേറ്റ് ഒന്നും അത്ര കുഴപ്പമൊന്നുമില്ല, എന്നാലും ക്വാളിറ്റി കുറവാണ്. പക്ഷേ വാട്ട് ഐ എം ഗോയിങ് ടു സജസ്റ്റ് ഈസ് യൂസ് ദ AI പിക്ചർ. അപ്പൊ AI പിക്ചർ എന്തിനാണ് ഞാൻ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ വെബ്സൈറ്റ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, ഇമേജസ് ആയിക്കോട്ടെ, ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എല്ലാം ബിൽഡ് ചെയ്യുന്നത് ഒരു AI ബേസ്ഡ് ആണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഇതിനിപ്പോ ഒരു റിയൽ ഇമേജ് ആണ്, ഒരാൾ ഫോട്ടോ ഷൂട്ട് ചെയ്തൊരു ഇമേജ് ആണ്. അപ്പൊ ഈ ഇമേജ് നമ്മളെ വെബ്സൈറ്റിലോട്ട് പോകുമ്പോൾ നമ്മളെ AI-ന്റെ ഒരു ഇത് പോകും, എന്താ പറയാ, അതിന്റെ ഒരു ഡിസൈൻസിന്റെ ഒരു ലെവല് മാറും. ഓക്കെ, അപ്പൊ നമ്മള് മാക്സിമം നമ്മൾ യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യം AI ഇമേജ് ആണ്. ഈ AI ഇമേജിന് പ്രത്യേകതയുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ഗൂഗിൾ ജെമിനിയിലും പോയി ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് തംബ്നെയിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ ഒരു ഇമേജ് നമ്മളെ ഈ വെബ്സൈറ്റിന്റെ തംബ്നെയിൽസ് ആണ്. നിങ്ങൾക്ക് യൂട്യൂബിന്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ചാനലിന്റെ ഫസ്റ്റില് ഈ ഒരു സീരീസിൽ ഈ ഒരു ഇമേജ് ആണ് ഞാൻ കൊടുത്തുള്ളത് തംബ്നെയിൽസ് ആയിട്ട്. ഓക്കെ, അപ്പൊ തംബ്നെയിൽസ് ഒക്കെ ശരിക്ക് SEO നടത്തുമ്പോൾ, SEO എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ SEO നടത്തുമ്പോൾ തംബ്നെയിൽസ് ഒക്കെ ഒരു മേജർ റോള് വഹിക്കുന്ന ഒരു സംഭവമാണ് തംബ്നെയിൽസ് ഒക്കെ. ലൈക്ക് ഈ തംബ്നെയിൽസ് കണ്ടിട്ടാണ് കൂടുതൽ ആൾക്കാർ നമ്മളെ സൈറ്റിലോട്ട് വരുന്നത്. അപ്പൊ അതൊക്കെ ഓരോ ട്രിക്സ് ആണ്. ഓക്കെ, ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ ട്രിക്സുകളാണിത്. ഇപ്പൊ നോർമൽ പീപ്പിൾസ് ചിലപ്പോൾ ഒരു വീഡിയോ മേക്ക് ചെയ്ത് ആ വീഡിയോ ജസ്റ്റ് അങ്ങ് അപ്ലോഡ് ചെയ്യും, അതിന്റെ ആൽഗോരിതം ഒന്നും ഫോളോ ചെയ്യില്ല. അപ്പൊ അവർക്ക് റീച്ച് കിട്ടത്തില്ല. അപ്പൊ അതിനുള്ള കാരണം അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇതാണ് അതിന്റെ മെയിൻ ഇഷ്യൂസ്. അപ്പൊ നമ്മളൊരു വീഡിയോ ഒക്കെ ഒരു യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻസ്, മെറ്റാ ടാഗ്സ്, പിന്നെ കോണ്ടന്റ്, അതുമാതിരി തന്നെ കീവേഡ്സ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തംബ്നെയിൽസ്. ഓക്കെ, തംബ്നെയിൽസ് പറഞ്ഞാൽ നമ്മുടെ വീഡിയോനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇമേജ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഞാന് എന്റെ വെബ്സൈറ്റിൽ, എന്റെ ഈ ചാനലിൽ ഞാൻ AI റിലേറ്റഡ് ആയതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും AI ബേസ്ഡ് തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു AI ജനറേറ്റഡ് പിക്കാണ്. ഈ പിക്ക് നിങ്ങൾക്ക് സൂം ചെയ്താൽ മനസ്സിലാവും. നേരത്തെ പിക്ചർ ഇപ്പൊ ഈ ഒരു പിക്ക് ഞാനത് മാത്രമായിട്ട് വേണ്ട. ഇപ്പൊ ഞാൻ എത്ര സൂം ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ പിക്സൽ റേറ്റ് എന്നാ പറയാ, അത്യാവശ്യം പിക്സൽ റേറ്റിൽ അത് അവിടെ നിൽക്കുന്നുണ്ട്. ആ സ്ഥാനത്ത് if I go to this website, where did we download? Okay, we can go to download sections. This is our image, right? അപ്പൊ ഇത് ഞാൻ സൂം ചെയ്യുമ്പോൾ ഇവിടെ ഒരു പരിധിയിൽ കൂടുതൽ സൂം ചെയ്താൽ എനിക്ക് പിക്സൽ റേറ്റ് ക്രാഷ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു ആസ് എ വെബ്സൈറ്റ് ഡിസൈനർ വി നീഡ് കംപ്രസ്ഡ് ഇമേജ്. ഓക്കെ, കംപ്രസ്ഡ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇമേജിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ അതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഞാന് അതിനുള്ള ടൂൾസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മനസ്സിലാവും. Go to Google.
ഓൺലൈൻ ഇമേജ് കംപ്രസർ. ഓക്കെ, ഉണ്ടോ? ഇപ്പോൾ 20 KB, 100 KB, 50 KB ചില സൈറ്റ്സ് അല്ലെങ്കിൽ ചില ഇപ്പോൾ നിങ്ങളൊരു ഗവൺമെന്റ് തരത്തിലുള്ള എന്തെങ്കിലും ഫോം ഫില്ല് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ട സെക്ഷൻസ് ഉണ്ട് അല്ലേ? നമ്മളിപ്പോൾ ടോപ്പ് സെക്ഷൻസിൽ ഒരു ഇമേജിന്റെ ഒരു കോളം ഉണ്ട്. ആ ഇമേജ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണം. നിങ്ങളെ ഫോണിലെടുത്ത ഇമേജ് ഏകദേശം 2 MB, 3 MB, 4 MB ഒക്കെ ഉണ്ടാവും നോർമൽ ഇമേജ്, അതിന്റെ സൈസ്. അപ്പോൾ ആ സൈസുള്ള ഇമേജ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? എറർ കാണിക്കും. ഇപ്പോൾ ഇമേജ് സൈസ് ഇസ് ടു ഹൈ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണിച്ച് നിങ്ങൾക്കൊരു പോപ്പപ്പ് മെസ്സേജസ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഇമേജിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യണം? കുറയ്ക്കണം. എന്നാലേ ഈ വെബ്സൈറ്റ് അംഗീകരിക്കുള്ളൂ. അപ്പോൾ ചിലതിൽ കറക്റ്റ് കണ്ടീഷൻ വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ മാക്സിമം സൈസ് 50 KB അലൗഡ് അല്ലെങ്കിൽ 20 KB അലൗഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു സർക്കംസ്റ്റാൻസസ് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, സാഹചര്യം വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേമാതിരി ടൂൾസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഓൺലൈൻ ഇമേജ് പ്രോസസ്സർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പിന്നെ ഇഷ്ടംപോലെ ലിങ്ക് കാണുന്നുണ്ട്, ഇഷ്ടംപോലെ സൈറ്റുകളുണ്ട്. ഇവിടെ നിങ്ങൾ ഇമേജ് അപ്ലോഡ് ചെയ്യാം, കംപ്രസ് ചെയ്യാം, ഏത് പിന്നെ എക്സ്റ്റൻഷനിലോട്ടാണ് കംപ്രസ് ചെയ്യേണ്ടത്, ഏത് ടൈപ്പിലോട്ട്, ഏത് കാറ്റഗറിയിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കാര്യങ്ങളൊക്കെ ഉണ്ട്. കംപ്രസ് JPG ഇപ്പോൾ നോർമലി നമ്മൾ ഇമേജ് ട്രാൻസ്ഫർ ചെയ്യാനാണ്. PNG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കട്ടായിട്ടുള്ളതാണ്. GIF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. SVGs ഒക്കെ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി ഈ വെബ്സൈറ്റിന്റെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SVGs ഇമേജസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇമേജ് കംപ്രസർ. ഓക്കെ, അപ്പോൾ ഈ ഇമേജ് കംപ്രസർ നിങ്ങൾ ചില ഫോട്ടോസിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ AI ജനറേറ്റഡ് ഫോട്ടോസിന് ഓൾറെഡി ഇമേജിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും, പക്ഷെ നല്ല ക്ലാരിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ AI സജസ്റ്റഡ് ഇമേജസോ വീഡിയോസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ അഥവാ ഒന്ന് കംപ്രസ് ചെയ്ത് 20 KB കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ സൈസും ക്വാളിറ്റിയും ഒന്നും കുറയത്തില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ബ്രൗസറിലോട്ട് പോകാം. അടുത്ത് നമ്മൾ ഈ സെക്ഷൻസിൽ ഞാൻ പരിചയപ്പെടുത്തേണ്ട ടൂൾസ് ആണ് ലിയോനാർഡോ AI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ആ വെബ്സൈറ്റ്. ജസ്റ്റ് ഗൂഗിൾ ടൈപ്പ് ചെയ്താൽ മനസ്സിലാവും. ഇതാണ് അതിന്റെ സ്പെല്ലിംഗ്, leonardo.ai. ഇതൊരു AI ജനറേറ്റഡ് വെബ്സൈറ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ഈ ബട്ടൺ നിൽക്കുക. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഇന്റർഫേസ് കിട്ടും. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ടെക്സ്റ്റ് ടു ഇമേജസ് ഉണ്ട്, റിയൽ ടൈം ക്യാൻവാസ് ഉണ്ട്, വീഡിയോ ജനറേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ കണ്ടോ, ബ്രേക്ക് ദ സൈലൻസ് വിത്ത് VO3 സിനിമാറ്റിക്. VO3 എന്ന് പറഞ്ഞാൽ ഗൂഗിളിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു AI ബേസ്ഡ് വീഡിയോ ജനറേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് റിയൽ സിനിമ ഒക്കെ ഇതിൽ ബിൽഡ് ചെയ്യാന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിന്റെ സബ്സ്ക്രിപ്ഷൻസ് കിട്ടാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഒരു സ്റ്റുഡൻസ് മെയിൽ ID വേണം. .edu എന്ന് പറഞ്ഞിട്ടുള്ള അത് EDU എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്റ്റൻഷൻ വെച്ചിട്ടുള്ള മെയിൽ വേണം, സാധാരണ മെയിൽ പറ്റില്ല. അതേമാതിരി തന്നെ ഒരു ഇന്റർനാഷണൽ പേയ്മെന്റ് ആക്ടിവേഷൻ ചെയ്തിട്ടുള്ള ഒരു ATM കാർഡും കൂടി വേണം. എന്നാലേ നമുക്ക് ഇതിന്റെ 15 months ഫ്രീ ട്രയൽസ് അവൈലബിൾ ഉള്ളൂ. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് മാസം 2000 രൂപ വെച്ചിട്ട് അവർ പിടിക്കും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ VO3 അതും കൂടി നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇതിൽ കണ്ട ഇതില് VO3 ഒരു ഇതുപെട്ട എല്ലാവരും AIയിലോട്ടും ഇംപ്ലിമെന്റ് ആയിട്ടുണ്ട്. അപ്പൊ VO3 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, VO3ന്റെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നമുക്കൊരു വൃത്തിക്ക് നമുക്കൊരു വേറെ ക്ലാസ്സിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. കാരണം VO3 കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, വളരെ അഡ്വാൻസ്ഡ്. കാരണം വളരെ അഡ്വാൻസ്ഡ് ആണ്. ശരിക്കും നിങ്ങൾക്ക് ഒരു ഇമേജ് കണ്ട ഇതിലിപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ വേണ്ടി കാണാൻ വേണ്ടി പറ്റും. ഇതേമാതിരിയുള്ള വിഷ്വൽസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ജെമിനി ആയിട്ട് ഇംപ്ലിമെന്റ് ഉണ്ട് VO3ക്ക്. അപ്പോൾ ഇതേമായി ഒരുപാട് അതുപോലെ തന്നെ ഒരുപാട് വേറെ AI ബേസ്ഡ് ടൂളായിട്ട് ഇംപ്ലിമെന്റ് ഉണ്ട് VO3യിലോട്ട്. അപ്പൊ നിങ്ങൾക്ക് VO3യില്
മേക്ക് ചെയ്തൊരു വീഡിയോസ് നിങ്ങൾക്ക് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ക്രെഡിറ്റ്സും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഇത്ര പിന്നെ ക്രെഡിറ്റ്സ് ഒരു ദിവസം യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫ്രീ പ്ലാൻ ആണ്. ഏകദേശം ഒരു 40ഓളം പിക്ചേഴ്സ് നിങ്ങൾക്ക് പെർ ഡേ മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ആപ്സും ഫോട്ടോസും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ വേണ്ടി മനസ്സിലാവും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോരോ ആപ്സും ഓരോരോ മെസ്സേജസും ഓരോ പിക്ചേഴ്സും അവര് പിന്നെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടുന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ജനറേറ്റ് വീഡിയോയിലോട്ട് പെർമിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് പ്രീമിയം അക്കൗണ്ടിലേ പറ്റത്തുള്ളൂ. ഇമേജ് ടു ഇമേജ് ഉണ്ട്. നിങ്ങൾക്ക് ഇമേജ് പിന്നെ അപ്ലോഡ് ചെയ്തിട്ട് ആ ഇമേജിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ ഇതാണ് ഈ ഒരു പിക്ചറിന്റെ പ്രോംപ്റ്റ്. എ നൈറ്റ് വിത്ത് ഷിമ്മറിംഗ് ബ്ലൂ ഫയർ ആർമർ ആൻഡ് രണ്ട് ഹാൻഡ് വേണ്ട എ ലോങ് സോഡ്. സോഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, വാളിനാണ് സോഡ് എന്ന് പറയുന്നത്. ഫുൾ ഫേസ് ഹെൽമെറ്റ് വിത്ത് ബാറ്റിൽ ലാഷസ്. ഓക്കെ, അപ്പോ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് ബാറ്റിൽ ലാഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ചാരങ്ങളൊക്കെ മനസ്സിലായില്ലേ, യുദ്ധക്കളത്തിന്റെ ഒക്കെ ഒരു പിന്നെ എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ളതാണ്, പ്രോംപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് ടൈപ്പ് ചെയ്തിട്ടുള്ള എന്നുള്ളത് അല്ല. അപ്പൊ ഈ പ്രോംപ്റ്റ് ആക്ച്വലി ഒരു സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ നമ്മൾ തിരക്കഥ എഴുതുന്ന മാതിരി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ഔട്ട്പുട്ട്, ജെന്യുവൻ ഔട്ട്പുട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോ റീമിക്സ് ചെയ്യാനുള്ള ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. സെൻഡ് ദിസ് പ്രോംപ്റ്റ് ആൻഡ് സെറ്റിംഗ് ടു ദ ഇമേജ് ജനറേഷൻ ടൂൾസ്. അതായത് നിങ്ങൾക്ക് ഒന്നും കൂടി എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഇവിടെ ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഫീനിക്സോ ഒക്കെ ഷോൾഡറിൽ വരുത്തുന്ന രീതിയിലൊക്കെ ഇതാക്കാം. ഓക്കെ, അതല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബോംബ് പൊട്ടുന്ന രീതിയിലൊക്കെ ആക്കാം. അപ്പൊ നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ. കണ്ടില്ലേ, അപ്പൊ ഇതിൽ ഒരുപാട് ഇതൊരു ഗാലറി ഉണ്ട്. ഇവര് ഓൾറെഡി ജനറേറ്റ് ചെയ്ത ഇമേജസിന്റെ ഒരു ഗാലറിയാണ്. അപ്പോ നിങ്ങൾക്ക് നോക്കിയാൽ വേണ്ടി മനസ്സിലാവും അത്രയും പക്ക ക്വാളിറ്റി ഉള്ള ഇമേജസ് ആണ് ഇവർ ഡെലിവർ ചെയ്യുന്നത്. അപ്പൊ ഇതേമാതിരി നിങ്ങൾക്ക് ഇപ്പൊ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഒരു ഓപ്ഷൻസ് ഉണ്ട്, മെറ്റ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതില് നമ്മള് ആ ഒരു ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താല് നമ്മൾ ഇതേമാതിരി ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു പ്രോംപ്റ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇങ്ങനത്തെ റിസൾട്ട് അല്ല കിട്ടുക. അത് കുറച്ചും കൂടിയും ബ്ലറി അല്ലെങ്കിൽ മെസ്സി ആയിട്ടുള്ള റിസൾട്ട് ഒക്കെ ആയിരിക്കും കിട്ടില്ല. അത്രയും പക്ക ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ എയിലും നല്ലതും ചീത്തയും ഉണ്ട്. ഇപ്പൊ ചില വെബ്സൈറ്റ് പിന്നെ ഇപ്പൊ ഡാലി എന്നൊക്കെ പറഞ്ഞ വെബ്സൈറ്റുകളുണ്ട്, ഗൂഗിളിന്റെ തന്നെ വെബ്സൈറ്റ് ആണ്. അപ്പൊ ആ വെബ്സൈറ്റിന്റെ റിസൾട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഇംപ്രസീവ് ആയി തോന്നില്ല. പക്ഷെ ഇത് അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആൻഡ് വെൽ ഡീറ്റെയിൽഡ് ഇമേജ് നിങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കി ഈ ഒരു ഇമേജിനെ കണ്ടോ, എ മജസ്റ്റിക് ഈഗിൾ വിത്ത് ഇൻട്രസെക്ട്ലി ഡീറ്റെയിൽ ഫെദർ, sharp talons and strong bright stands proudly alongside a sleek silver space-faring vessels with glowing blue. അപ്പൊ ഈ പ്രോംപ്റ്റ് ശരിക്കും ഒരു ആൾ എഴുതിയ പ്രോംപ്റ്റ് അല്ല. അപ്പൊ നിങ്ങൾക്ക് ഇമാജിനേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ജസ്റ്റ് ഒന്ന് ഇമാജ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്താൽ കഴിഞ്ഞാല് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ, ChatGPT വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോ നിങ്ങളിപ്പോ ജസ്റ്റ് നിങ്ങളെ നോർമൽ ലാംഗ്വേജസിൽ നിങ്ങൾ എങ്ങനെയാണോ സ്പീക്ക് ചെയ്യുന്ന ആ ലാംഗ്വേജിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രോംപ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമുക്കത് കണ്ടിട്ട് തന്നെ പോവാം, അതല്ല എൻ്റെ ഒരു ഓക്കെ. അപ്പോ ഇവിടെ നമ്മളെ പ്രോംപ്റ്റ് ചെയ്യും. പിന്നെ I'm going to make a image for a lady handling rose garden from the heaven. അപ്പൊ ഇത്രയുള്ള എൻ്റെ ഒരു ഇമേജ്. ഓക്കെ, ഒരു പെൺകുട്ടി എന്ത് ചെയ്യാ, അവിടെ പിന്നെ ഒരു റോസ് പൂത്തോട്ടം ഹാൻഡിൽ ചെയ്യുന്നത്
ആണ് ഞാൻ പറഞ്ഞത്. എവിടെ വെച്ചിട്ട്? സ്വർഗത്തിൽ വെച്ചിട്ട്. From the heavens. Heavens ഇല്ല, heaven. അപ്പൊ ഇത്രയാണ് പിന്നെ ഞാൻ പ്രോംപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ പ്രോംപ്റ്റിനെ ഞാൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കൺവേർട്ട് this prompt, convert this prompt to a Leonardo.ai prompt. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം നമ്മളൊരു ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, എന്താണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത് എന്നുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. പിന്നെ ആ ഡിസ്ക്രിപ്ഷൻസിന് നമ്മൾ എന്ത് ചെയ്യും? ലിയോനാർഡോ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലേ. അപ്പൊ ആ ഇമേജിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ പ്രോംപ്റ്റ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ഇതൊക്കെ ഒരു നോർമൽ വേർഡ്സ് അല്ല. എ മജസ്റ്റിക് ഈഗിൾ വിത്ത് intricately detailed feathers, sharp talons and strong beak stands proudly alongside a sleek silver space-faring vessels with glowing blue engine and metallic accents. അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് പിന്നെ എന്താ പറയാ, ഇതിൽ കുറച്ച് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നോർമൽ പീപ്പിൾസിന് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്ര ക്ലാരിറ്റി ആയിട്ട് എഴുതാനുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ആ ഒരു മെത്തേഡിനെ, ആ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. എന്ത് ചെയ്യണം? നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് അതിനെ ഈ ഒരു സ്പെസിഫിക് ടൂൾസിന്റെ പ്രോംപ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ കറക്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ പേരൊന്ന് ഹൈലൈറ്റ് ചെയ്യാം വിത്ത് ഡബിൾ കോട്ട്സ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാം. Absolutely. Here is the Leonardo.ai website friendly prompt. You can copy and paste to create your image. Okay. അപ്പൊ കണ്ടില്ലേ, ഇപ്പൊ നമ്മളെ പിന്നെ കൊടുത്ത പ്രോംപ്റ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻസ്പയറബിൾ ആയിട്ട് അവര് AI ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു AI-നെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. ജസ്റ്റ് AI-നോട് എനിക്കത് വേണം ഇത് വേണം എന്ന് പറയുന്നതിന് പകരം നമ്മൾ അതിന്റെ മാക്സിമം എല്ലാ വശങ്ങളും നോക്കി എത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പക്കയായിട്ട് നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ അതിന് വേറെ റിസൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇമേജ് എന്താന്ന് കണ്ടോ. നമുക്ക് ജസ്റ്റ് ഇത് കോപ്പിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോപ്പിയബിൾ ഫോർമാറ്റിലോട്ട് അവർ കൺവേർട്ട് ചെയ്ത് തരാറുണ്ടായിരുന്നു. ഓക്കെ, ചെറിയ പ്രോംപ്റ്റ് ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് പിന്നെ ലോങ് പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൗസിന്റെ റൈറ്റ് ബട്ടൺ ആയിരിക്കും. ഞാൻ ടാബ്ലറ്റ് ആയതുകൊണ്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ എനിക്ക് ലോങ് പ്രസ്സിലാണ് വരുന്നത്. സെലക്ട് ടെക്സ്റ്റ് കൊടുക്കുക. ആ ടെക്സ്റ്റിന്റെ ഏരിയ അത്രയും ഭാഗം സെലക്ട് ചെയ്യുക. നെഗറ്റീവ് ഫോണ്ട് ബ്ലറി ഡിസ്പ്ലോഡ് ലോ ക്വാളിറ്റി അപ്പൊ നമുക്ക് ഇത്രയും മതി. അപ്പൊ ഇത് അതിന്റെ ബാഡ് തിങ്സ് അവർ അതിൽ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തിട്ടുള്ളത്. സാധാരണ വരുന്ന മിസ്റ്റേക്സുകളാണ് ഇതൊക്കെ. ബ്ലറി ഡിസോർഡേർഡ് ലോ ക്വാളിറ്റി ഡിഫോംഡ് ഹാൻഡ്സ് എക്സ്ട്രാ ലിംസ് പ്യൂർലി ഡ്രോൺ ഫേസ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരതിന് മാക്സിമം വരുന്ന പ്രശ്നങ്ങൾ അവർ മുൻകൂട്ടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് അതിന്റെ അത്രയും സെക്ഷൻസ് മതി, മൊത്തം സെക്ഷൻസ് വേണ്ട. ഞാൻ ഇത് കോപ്പി ചെയ്ത് Ctrl+C വെച്ചിട്ട് കോപ്പി ചെയ്ത് നമ്മൾ വിൻഡോയിലോട്ട് പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു ഇമേജ് നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യണം. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് കാണണം. അപ്പോൾ നമ്മൾ ഇമേജ് എന്നുള്ള സെക്ഷൻസിൽ പോയി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ നമ്മളെ പ്രോംപ്റ്റ് കോപ്പി ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പ്രോംപ്റ്റ് അവിടെ ഉണ്ട്, പ്ലെയിൻ ബ്ലാക്ക് ബോർഡ് ഓൺ സ്ട്രീറ്റ് ടേസ്റ്റി പിക്കിൾസ്. അപ്പോൾ ഞാനിതൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ടേസ്റ്റി ഈറ്റ്സ് പിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടായിരുന്നില്ല, ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ജനറേറ്റ് ചെയ്ത പിക്ചറാണ് കണ്ടോ. അപ്പോൾ ഈ പിക്ചേഴ്സ് ഒക്കെ ഞാൻ അങ്ങനെ പ്രോംപ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇമേജസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഫീനിക്സ് 1.0 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻസ് കൊടുക്കുക. ഇതൊക്കെ പല തരം ഔട്ട്പുട്ട് റിസൾട്ട് ആണ്. ഇവിടെ നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആനിമേഷൻ സ്റ്റൈലാണ് പിന്നെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുക. അതേമാതിരി ഇത് കോൺസെപ്റ്റ് ആർട്ട്, ഇതേമാതിരി ഒരു കാർട്ടൂൺ സ്റ്റൈലിലോട്ടാണ് ഇത് കിട്ടുക. ഇവിടെ ലിയോണാർഡോ ലൈറ്റ്, അതൊക്കെ ഓരോരോ വെർഷൻസ് ആണ്. അപ്പോൾ ബെറ്റർ റിസൾട്ട് നിങ്ങൾക്കൊരു പിന്നെ വെബ്സൈറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഫീനിക്സ് 1.0 എന്ന് പറഞ്ഞിട്ടുള്ള വേർഷൻസിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി സെലക്റ്റഡ് ആണ്. പിന്നെ പ്രോംപ്റ്റ് എൻഹാൻസ് ഓട്ടോ, അതായത് ഇപ്പം നിങ്ങൾ പിന്നെ പ്രോംപ്റ്റ് എൻഹാൻസ് ചിലപ്പോൾ വേണമെങ്കിൽ ഓഫിൽ കൊടുക്കാം. കാരണം പ്രോംപ്റ്റ് എൻഹാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ ഇപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് നമ്മൾ ഡ്രീം ചെയ്ത് ജസ്റ്റ് എൻഹാൻസ് ചെയ്ത്, ഓക്കെ, എൻഹാൻസ് പറഞ്ഞാൽ വലിച്ചു നിർത്താൻ നോക്കുകയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, എൻഹാൻസ് ചെയ്ത് ഇങ്ങനെ ടൂൾ വെച്ചിട്ട് എൻഹാൻസ് ചെയ്ത്, ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് നമ്മളിപ്പോൾ അതിനിടെ ഈഗിൾ പിക്ക് അല്ലെങ്കിൽ അതിനിടെ പിന്നെ പിക്ചർ ഫോർ ബ്യൂട്ടിഫുൾ സറൗണ്ടിങ് ഇൻ ദ റോസ് ഗാർഡൻ ഓൺ ദ ഹെവൻ, അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തന്നെ ഇതിനെ ഓട്ടോമാറ്റിക്കലി എൻഹാൻസ് ചെയ്യും. അപ്പോൾ ഇത് മാക്സിമം ഒഴിവാക്കുക, കാരണം ചിലപ്പോൾ അവരുടെ രീതിക്ക് കൈകാര്യം ചെയ്യും. അപ്പോൾ ChatGPT റിസൾട്ട് മതി നമുക്ക്. നമുക്ക് ഡൈനാമിക് സ്റ്റൈൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൈനാമിക് വേണോ, 3D റെൻഡറിങ് വേണോ, സിനിമാറ്റിക് വേണോ, സിനിമാറ്റിക് കോൺസെപ്റ്റ് വേണോ, ഡൈനാമിക് ആൻഡ് പാഷൻസ്. അപ്പോൾ നമ്മളിവിടെ സിനിമാറ്റിക് കൊടുക്കണം. ഓക്കെ, കോൺട്രാസ്റ്റ് ഹൈയിൽ തന്നെ കിടന്നോട്ടെ. പിന്നെ ജനറേഷൻ മോഡ് ഫാസ്റ്റ്, അപ്പോൾ ഫാസ്റ്റിൽ തന്നെ കിടന്നോട്ടെ. ക്വാളിറ്റി ആൻഡ് അൾട്രയിലൊക്കെ പ്രീമിയം വെർഷൻസിൽ വരുന്നതാണ്. ഇവിടെ ഇമേജിൻ്റെ ഡയമെൻഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ സോഷ്യൽ മീഡിയയിലോട്ട് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2.3 ആയിരിക്കും മാക്സിമം യൂസ് ചെയ്യുക. കാരണം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ ഒരു പിന്നെ സൈസിലുള്ള വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് സൈസിൻ്റെ റേഷ്യോസ് ആണ് ഇതുള്ളത്. പിന്നെ 1.1 കണ്ടില്ല. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 16.9 ആണ്. അപ്പോൾ അത്യാവശ്യം ഒരു വലിയൊരു ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് കോപ്പി ചെയ്യാനൊക്കെ പിന്നീട് പറ്റും. പിന്നെ നമ്പർ ഓഫ് ഇമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എത്ര ഔട്ട്പുട്ട് കിട്ടണമെന്നാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മാക്സിമം 4 തന്നെ കിടന്നോക്കാം. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ടോപ്പ് സെക്ഷൻസിലോട്ട് പോയി ജസ്റ്റ് ജനറേറ്റ് ഈ ഇമേജ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വിഷ്വലൈസേഷൻ ചെയ്യാം, ഇല്ലേ? ഓക്കെ, അപ്പോൾ എനിക്ക് 24 ക്രെഡിറ്റ്സ് ആണുള്ളത്. മാക്സിമം 3-4 ക്രെഡിറ്റ്സ് ഒക്കെ ഇതിന് യൂസ് ചെയ്യുള്ളൂ. വളരെ സ്പീഡായിരിക്കും കേട്ടോ, റിസൾട്ടും കാര്യങ്ങളൊക്കെ വളരെ സ്പീഡിലായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ലിയനാർഡോ പോലെ തന്നെ വേറെ ഇഷ്ടംപോലെ ടൂൾസുകളുണ്ട്, ഒരുപാട് ടൂൾസുകൾ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും, മനസ്സിലാവും. അപ്പൊ എൻ്റെ ഒരു ബെറ്റർ സജഷൻ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തന്നിട്ടുള്ള ടൂൾസ് ആണിത്. പ്രോംപ്റ്റോടെ ഓക്കെ, ഇത് പ്രീവിയസ്ലി ഉള്ള പ്രോംപ്റ്റ് ആണ്. ഓക്കെ, ഇപ്പോഴാണ് നമ്മൾ പ്രോംപ്റ്റ് കോപ്പീഡ് ആയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് വീഡിയോ അതേമാതിരി മേക്ക് ചെയ്യാം. പിന്നെ ഫ്ലോ സ്റ്റേറ്റ്സ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വേറൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ബ്യൂട്ടിഫുൾ ethereal lady standing gracefully in a heaven rose garden. വേണ്ട, നമ്മൾ ജസ്റ്റ് എന്താ പറഞ്ഞിരുന്നത്, നമ്മൾ ജസ്റ്റ് ഒരു പിന്നെ ടൈറ്റിൽസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഇമേജ് കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് ഏതെങ്കിലും ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇമേജിൻ്റെ ക്ലാരിറ്റിയും ക്വാളിറ്റിയും കണ്ടില്ല നിങ്ങൾ. നമ്മൾ മെൻഷൻ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് അവിടെ അതേമാതിരി നമുക്ക് അതിൻ്റെ പ്രോംപ്റ്റ് കിട്ടിയിട്ടുണ്ട്. നോക്കി ഏതൊരു ആംഗിളിൽ പോയി കഴിഞ്ഞാലും ആ പ്രോംപ്റ്റിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഓക്കെ, ആ ഒരു കണ്ടില്ല, ഒരു സൺലൈറ്റിന്റെ
വിഷ്വൽസ് പോലും അവരത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിന് ചിലപ്പോൾ പിന്നെ ഒരുപാട് ഇമേജസിൻ്റെ ആവശ്യം ഉണ്ടാവും. ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഹീറോ സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും കോൺടാക്ട് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൻ്റെ ഇഷ്ടംപോലെ പിന്നെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഒരു ടൂളാണ്, ഇമേജ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ടൂളാണ് ലിയോണാർഡോ AI എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വേറൊരു ടൂളാണ് ക്യാൻവ. നിങ്ങൾ ഇന്നലെ കണ്ട് ക്യാൻവയിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട്, അപ്പോൾ ഈ പ്രോംപ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ChatGPT വഴിയും ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ChatGPT വഴി ജനറേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുപാട് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതലായിട്ട് പ്രോംപ്റ്റ് എഴുതേണ്ടി വരുന്നുണ്ട് കുറേ ടൈം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ലിയോണാർഡോ ഏകദേശം 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമേജ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. കണ്ടില്ലേ, 4 ടൈപ്പ് ഇമേജ് അവർ. This image might be explicit, it may be contain explicit content to view the image button. അപ്പോൾ നമുക്ക് അത് പിന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വ്യൂ വരും. ഉണ്ടോ, ഇമേജ് ഒക്കെ അടിപൊളി ക്വാളിറ്റിയിൽ അവർ ക്രിയേറ്റ് ചെയ്ത്. കറക്റ്റ് പിന്നെ AI ആണെങ്കിൽ ഇപ്പോൾ ഒന്നും കൂടി ഇതിൻ്റെ ഫേസിൽ കുറച്ച് ഇല്ല, ഫേസിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അത്യാവശ്യം വൃത്തിയുള്ള ഇമേജസ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് സൂം ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റിക്കൊന്നും ഒരു പ്രശ്നങ്ങളും വരില്ല. പിന്നെ ഈ ഫയൽ ഏകദേശം കുറഞ്ഞ സൈസേ ഉണ്ടാവുള്ളൂ. ഞാൻ ഡൗൺലോഡ് ചെയ്യണ ഇമേജ് കണ്ടോ, 799, അതായത് ഒരു MB പോലും സൈസ് ഇല്ല. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. സൈറ്റ് ബേസിലാണെങ്കിൽ സൈറ്റ് ബേസിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, വേറെ എവിടെയാണെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, വിതൗട്ട് ഡ്രോപ്പിംഗ് ദ ക്വാളിറ്റി ഓഫ് ദി ഇമേജ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഇത്ര സൈസ് കുറഞ്ഞിട്ടുള്ള ഇമേജ് അപ്ലോഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താ എനിക്ക് ക്ലാരിറ്റി ഉള്ള ഇമേജ് അപ്ലോഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ റീസൺ ആണ് സ്പീഡ്. ഒരു വെബ്സൈറ്റ് ലോഡ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് സ്പീഡ് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കേസാണ്. അപ്പോൾ അത് മാക്സിമം 3 സെക്കൻഡ്സ് ആണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ലോഡിംഗ് സ്പീഡ് എന്നുള്ള സംഭവം. അതിൻ്റെ റേഷ്യോ, അതിൻ്റെ കാൽക്കുലേഷൻ 3 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഒരുപാട് ലോഡിംഗ് ടൈമുള്ള വെബ്സൈറ്റ്സിലൊന്നും ആരും ഒരു പരിധിയിൽ കൂടുതൽ നിൽക്കില്ല, അവർ സ്ക്രോൾ ചെയ്തിട്ട് അടുത്ത വെബ്സൈറ്റിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ അതങ്ങനെ ചെയ്യാം. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കംപ്രസ്ഡ് ഇമേജസ് വെബ്സൈറ്റ് സജഷൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ ആപ്പിളിൻ്റെ ഒക്കെ സൈറ്റ് കയറി കഴിഞ്ഞാൽ കുറച്ച് ഇമേജ് നിങ്ങൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് ലോഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഇമേജസിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ജെന്യുവൻ സൈറ്റ്സുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഫെറാറിയുടെ ഇത്, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഫെറാറി അത്രയും വലിയൊരു, ലംബോർഗിനി അത്രയും വലിയൊരു ബ്രാൻഡഡ് ആണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും ആ ഇമേജ് ഒന്ന് ലോഡായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെയല്ല നിങ്ങൾ നോർമൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ അവിടെ നമുക്ക് ഇമേജസിൻ്റെ ഇഷ്യൂസ് മെയിൻ ഒരു ഇഷ്യൂസ് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് AI ബേസ്ഡ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെന്താണ് ഒരു AI ബേസ്ഡ് പ്രോബ്ലം സോൾവിങ് ഏജൻസിയാണ്, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സീരീസിൽ വെബ്സൈറ്റ് ഡെവലപ്മെൻ്റ് ആണ്, അതായത് നിങ്ങൾക്ക് ഹാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ഡാറ്റാബേസ് എഞ്ചിനീയറിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും, പിന്നെ എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു വെബ്സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ 3 സെക്ഷൻസിൻ്റെ കൂടെയാണ് മെയിനായിട്ട് കടന്നു പോകുന്നത്. ഒന്ന് ടൈപ്പോഗ്രഫി, ഒന്ന് പിന്നെ ഇമേജും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡിസൈൻസ് ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്, പിന്നെ ഡെവലപ്മെൻറ്റ്, കോഡിങ്ങും കാര്യങ്ങളും. അപ്പോൾ വേറെ ഇഷ്ടംപോലെ ഫീൽഡുകളുണ്ട്, നെറ്റ്വർക്കിംഗ്, ഡാറ്റാബേസ്, അങ്ങനത്തെ കുറേ ഫീൽഡുകളുണ്ട്. മാർക്കറ്റിങ്ങിന് ടൂൾസ് ഉണ്ട്, AI ടൂൾസ് ഉണ്ട്. നിങ്ങൾ വീഡിയോ ഒക്കെ റീച്ച് വെക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AI ടൂൾസ് വെക്കാം. പക്ഷേ AI ടൂൾസ് യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ജെന്യുവൻ AI ടൂൾസ് അല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സൈറ്റിനും നിങ്ങളെ ചാനലിനും ഒക്കെ ബാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ടൂളിനെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞിട്ട് ഈ ഒരു സെക്ഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ടൂളാണ് ക്യാൻവ. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നായിരുന്നു. ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് ആണ്. ഈ AI ബേസ്ഡ് സോഫ്റ്റ്വെയർസ് ഒന്നും അല്ല, പക്ഷേ ഇതിലൊരു AI ഇൻറ്റഗ്രേഷൻസ് ഉണ്ട്.
ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മൊബൈലിലാണെങ്കിലും ഫോണിലാണെങ്കിലും ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു AI അസിസ്റ്റൻസിനോട് പോവാം. എന്നിട്ട് അവരോട് ചോദിക്കാം ഡയറക്റ്റ് എന്ത് വാട്ട് ക്യാൻവ can do for me. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയാസ് കിട്ടും. ഇന്ന സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഏത് സോഫ്റ്റ്വെയർസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് പരിചയമുള്ള സോഫ്റ്റ്വെയറിനാണ് AI ഡാറ്റാബേസിൽ ഒരുക്കപ്പെട്ട എല്ലാ സോഫ്റ്റ്വെയർസിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് റിപ്ലൈ തന്നിട്ടുണ്ട്. ഗ്രേറ്റ് ക്വസ്റ്റ്യൻസ്. Canva is a super versatile designs platform that can help you with almost any visual content, whether for personal, business or creative projects. Here is a clear overview of what Canva can do for you. Okay. അപ്പോൾ ക്രിയേറ്റ് സ്റ്റണ്ണിങ് ഡിസൈൻ ഈസിലി. അപ്പോൾ മെയിൻ പർപ്പസ് ഡിസൈൻസിലാണ്. അതിൽ ഏതൊക്കെയുണ്ട്? സോഷ്യൽ മീഡിയ പോസ്റ്റ്സ് ഉണ്ട്, പോസ്റ്റർ, ഫ്ലയർ, ബ്രൗസർ, ബിസിനസ് കാർഡ്സ്, ലോഗോസ്, പ്രസൻറ്റേഷൻസ് ആൻഡ് സ്ലൈഡ് ഷോ, ഇൻവിറ്റേഷൻസ് ആൻഡ് ഗ്രീറ്റിംഗ് കാർഡ്സ്, പിന്നെ ആക്സസ് ഹ്യൂജ് ലൈബ്രറീസ് ഓഫ് റിസോഴ്സസ്, മില്യൺസ് ഓഫ് സ്റ്റോക്ക് ഫോട്ടോസ് ഓൾറെഡി ഉണ്ട്. ഓക്കെ, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ മില്യൺസ് ഓഫ് സ്റ്റോക്ക് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഓൾറെഡി ഇതിൽ അവൈലബിൾ ആണ്. ഇല്ലുസ്ട്രേഷൻസ് ആൻഡ് ഐക്കൺസ്, സ്റ്റിക്കേഴ്സ് ആൻഡ് ഷേപ്സ്. ഓക്കെ, ഇപ്പോൾ ഇല്ലുസ്ട്രേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ അഡോബ് ഇല്ലുസ്ട്രേറ്റർ ഒക്കെ യൂസ് ചെയ്ത ആൾക്കാരുണ്ടാവും. ഐക്കൺ ക്രിയേറ്റ് ചെയ്യുക, ലോഗോ ക്രിയേറ്റ് ചെയ്യുക, സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാം. പ്രൊഫഷണൽ ടെംപ്ലേറ്റ്സ് ഫോർ എവറി പർപ്പസ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ക്യാൻവയുടെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് ആണ് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ സംഭവം. നിങ്ങൾ ജസ്റ്റ് ഇവിടുന്ന് പിന്നെ ഒരു ക്രിയേറ്റീവ് പ്രൊജക്റ്റ് കൊടുത്ത്, അല്ലെങ്കിൽ ഇവിടെ മില്യൺസ് ഓഫ് ടെംപ്ലേറ്റ്സ് ആണ്. അപ്പോൾ ജസ്റ്റ് എനിക്കൊരു ബിസിനസ് കാർഡ് വേണം, ബിസിനസ് കാർഡ് വേണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ബിസിനസ് കാർഡിൻ്റെ മോഡൽസ് നോക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ അവർ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇപ്പോൾ ആസ് എ ഡിസൈനർ വി തിങ്ക് ലോട്ട്സ് ഓഫ് വാട്ട് വി ഗോയിങ് ടു ഡിസൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഡിസൈനറിൻ്റെ മെയിൻ പിന്നെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവാണ്, അല്ലെങ്കിൽ അവന് ഡിസൈനർ അല്ലല്ലോ. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്യാൻവയും രണ്ട് ടൈപ്പ് ഉണ്ട്. ക്യാൻവ പ്രീമിയം വേർഷൻസ് ഉണ്ട്, അതല്ലാതെ പിന്നെ ഫ്രീ വേർഷൻസ് ഉണ്ട്. ഇതാണ് ഫ്രീ വേർഷൻസ് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫ്രീ വേർഷൻസിലും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ എൻ്റെ പ്രോ സീരീസിലാണ് ഞാൻ കിടക്കുന്നത്. എനിക്ക് 2 പ്രോ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ക്യാൻവ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ കാരണം ഇത് നല്ല ടൂൾ ആയതുകൊണ്ട് ഞാൻ കുറച്ച് പൈസ കൊടുത്ത് ഇത് പ്രോ സീരീസിലോട്ട് മേടിച്ചു. അപ്പോൾ ഇത് മാത്രമേ എൻ്റെ അടുത്ത് പ്രോ സീരീസ് ഉള്ളൂ കേട്ടോ. ഫാദേഴ്സ് ഡേ അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതാണ് ബിസിനസ് കാർഡിൻ്റെ മോഡൽസ്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ക്യാൻവ തരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വീഡിയോ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ മാസ്റ്ററിംഗ് ദ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻസ് വീഡിയോസിൻ്റെ ടെംപ്ലേറ്റ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുമൂലം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൂടുതൽ ക്രിയേറ്റിവിറ്റി നിങ്ങളെ ബ്രെയിനിലോട്ട് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആലോചിച്ച് തിങ്ക് ചെയ്ത് പിന്നെ തല പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഓൾറെഡി എല്ലാ ടൈപ്പ് ഡിസൈൻസും ഫോൺസും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട്സും കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ അലൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഡിഫറെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മൈൻഡിലോട്ട് ഓൾറെഡി കടന്നു വരും പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോൾ നമ്മൾ പറയാൻ വന്നത് അതൊന്നുമല്ല. നമുക്കിവിടെ ജസ്റ്റ് ഇപ്പോൾ ഞാനൊരു ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഞെക്കി എനിക്ക് ബ്ലാങ്ക് പേജ് വേണം. പ്രസൻറ്റേഷൻസിൻ്റെ ഒരു പേജ് സെലക്ട് ചെയ്ത് let's wait for some time. It's taking longer than expected. Okay. അപ്പോൾ മാജിക് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് മാജിക് മീഡിയ എന്നില്ല, നമുക്ക് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു വേർഡ് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ ലിയോനാർഡോ എന്ന് പറഞ്ഞിട്ടുള്ള, അതുകൊണ്ടാണ് ആ ലിയോനാർഡോ എന്നുള്ള വെബ്സൈറ്റിനും കൂടി ഒന്ന് ആശ്രയിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ലിയോനാർഡോയിൽ
സോറി, ലിയോണാർഡോയില് പിന്നെ നമ്മൾ എന്ത് ചെയ്ത്, നമ്മളൊരു ഹ്യൂജ് പ്രോംപ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ, ഒരു ജോയിന്റ് പ്രോംപ്റ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത്രയും വലിയൊരു പ്രോംപ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പ്രോംപ്റ്റ് ക്യാൻവയിൽ കൊള്ളത്തില്ല. ക്യാൻവയ്ക്ക് അവിടെ ടെക്സ്റ്റിന് ലിമിറ്റേഷൻസ് ഉണ്ട്, അതിൻ്റെ കൗണ്ടിങ് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് കാണിച്ചു തരാം. നമ്മൾ ക്യാൻവയിൽ പോവാണ്, ക്യാൻവയിൽ പോയിട്ട് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാൻ വിചാരിക്കാം. അപ്പോൾ ഇതിൽ കാസ്കേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷൻസിൽ വരെ എത്രയേ ഉള്ളൂ ക്യാൻവയുടെ പ്രോംപ്റ്റിലുള്ള അലൗഡ്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്യാൻവ പ്രോംപ്റ്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നേരെ ചാറ്റ് ജി പി ടിയിലോട്ട് പോവാം. ചാറ്റ് ജി പി ടിയിൽ പോയിട്ട് എന്ത് ചെയ്യാം, കൺവേർട്ട് ടു, ഓക്കെ, അതിന് Canva version 2. അപ്പോൾ നിങ്ങളെ ജസ്റ്റ് നമുക്ക് ഒരു ടൈപ്പ് ചെയ്യാം, ജസ്റ്റ് എനിക്കൊരു ക്യാൻവയുടെ വെർഷൻസ് കൂടി കിട്ടണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അബ്സല്യൂട്ട്ലി ക്യാൻവയുടെ ഒരു പ്രോംപ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്യും. ഇത്രയും പ്രോംപ്റ്റും എന്തെങ്കിലും കൊള്ളാമെന്ന് അറിയത്തില്ല. ടെക്സ്റ്റ് പോവുക, അത്രയും ഭാഗം പിന്നെ കോപ്പി ചെയ്യാം. ക്യാൻവയിലോട്ട് പോവാം, പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു complete not suitable, allow for the prompt ചെയ്യാം. എന്നിട്ട് നമുക്ക് റീസൺ പറഞ്ഞു കൊടുക്കാം. റീസൺ ഈസ് this prompt have word restrictions. നമുക്ക് കൂടുതൽ വേർഡ്സ് ഉള്ളത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ചും കൂടി ഷോർട്ട് ആക്കിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് തരാനാണ് പറഞ്ഞിട്ടുള്ളത്. Whether the short version of the prompt under Canva text to image word limits. ഓക്കെ, വേർഡിൽ ലിമിറ്റ്സ് ഉണ്ട്. എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്യാം. ഒരു ക്യാരക്ടർ ലിമിറ്റ്സ് ഉണ്ട്, യു ക്യാൻ കോപ്പി ആൻഡ് പേസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെലക്ട് ടെക്സ്റ്റ് കൊടുക്കുക, ഇത്രയും ഭാഗം സെലക്ട് ചെയ്യുക. നിങ്ങൾ പിന്നെ AI യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കുക, ഇത് വായിച്ചും കൂടി നോക്കുക. ഓക്കെ, റീഡ് ചെയ്തും കൂടി നോക്കുക. ഓക്കെ, അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങളെ കംപ്ലീറ്റ് ബ്രെയിന് ആയിട്ട് മാറും. നിങ്ങളെ ഇമാജിനേഷൻസും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്തു പോകും. നിങ്ങൾ എങ്ങനെയാണ് ഒരു AI തിങ്ക് ചെയ്യണമെന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് a 3-year lady standing in a glowing rose garden in heaven wearing a flowing silk gown, holding a rose, golden clouds and radiant lights above, fantasy art, soft cinematic lighting. ഇത്രയും കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മളിവിടെ കോപ്പി ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ജനറേറ്റ് ഇമേജ്. ഇങ്ങനെ ഒരുപാട് ടൂൾസുകളുണ്ട്. മാജിക് മീഡിയ ഈസ് breaking ബോക്സ് ഓഫീസ് we are currently experiencing having us. Please try again
മെസ്സേജ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്പാമാണ് വരുന്നത്. ഓക്കെ കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടിയത് അതിനോട് സാമ്യമുള്ള ഏകദേശം ഇമേജസ് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ പിന്നെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പിന്നെ ലിയനാർഡോയിലെ എന്താണ് സ്പെഷ്യാലിറ്റി, അതിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ പ്രോംപ്റ്റ് ചെയ്യാം. അതിൽ there is no word limitations and character limitations ഒന്നുമില്ല. അപ്പോൾ how many words you want, how many descriptions you want, how many whatever you need you can add to the prompt. Okay. But in the canvas section there is a limitations. So you need to give a short description to the prompt. അപ്പോൾ അതാണ് അതിന്റെ വ്യത്യാസം. എന്താ പറഞ്ഞ പിന്നെ മറ്റേതിലാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് വാരി വലിച്ച് എഴുതാം, ഇതിൽ അത്രയും ഷോർട്ടായിട്ട് എഴുതണം, അത്രേ ഉള്ളൂ. കണ്ടില്ലേ, നല്ലൊരു ഔട്ട്പുട്ട് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. ഒരു AI ജനറേറ്റഡ് ടൂൾ വെച്ചിട്ട് ഇങ്ങനെയാണ് ഒരു പ്രോംപ്റ്റ് എഴുതുക. അപ്പോൾ ഇത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയ സെക്ഷൻസിൽ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വന്നു, അപ്പോൾ അതും കൂടി ഒന്ന് കവർ ചെയ്യാന്ന് വിചാരിച്ചു ഈ സെക്ഷൻസിൽ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ആൽഗോരിതം ഫോളോ ചെയ്യുക. കാരണം ഇങ്ങനത്തുള്ള AI റിലേറ്റഡ് കോണ്ടന്റ്സ് മാത്രമേ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഫ്യൂച്ചേഴ്സിൽ നിങ്ങൾ കൂടുതലായിട്ട് ടൂൾസും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഫണ്ടമെന്റൽസ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു എന്താ പറയാ, ആ ഒരു ടെൻഡൻസിയിലാണ് ഞാൻ ഈ ഒരു ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസ് ഒക്കെ ആകുമ്പോൾ കുറച്ച് ഒരു ഫ്യൂച്ചേഴ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഇതൊക്കെ ഞാൻ ഈ ഒരു രീതിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, കൂടെ. ഓക്കെ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പൊ നമുക്ക് വേറെ ഇപ്പൊ ഒരു പ്ലാറ്റ്ഫോം കൂടി ഉണ്ട്. എപ്പോഴും നമ്മൾ ചോദിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ജെമിനി. ഓക്കെ, ജെമിനിയിൽ നമ്മൾ ജസ്റ്റ് ഈ പ്രോംപ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് നോക്കാം. ജസ്റ്റ് ഈ പ്രോംപ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് അതിന്റെ വിഷ്വൽസ് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് പ്ലാറ്റ്ഫോമാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മനസ്സിലാവും. ഈ വേർഡ് ഒക്കെ നിങ്ങൾ നോക്കട്ടോ. റിയൽ ലേഡി സ്റ്റാൻഡിങ് ഇൻ എ ഗ്ലോയിങ് റോസ് ഗാർഡൻ ഇൻ ഹെവൻ. ഇല്ല, അപ്പൊ ഇങ്ങനെയാണ് ഒരു പിന്നെ AI ജനറേറ്റഡ് ടെക്സ്റ്റ്. ഇതാണ് പ്രോംപ്റ്റ്. ഈ രീതിക്ക് എഴുതി കഴിഞ്ഞാലാണ് അതിന്റെ കംപ്ലീറ്റ് വിഷ്വലൈസേഷൻ നമുക്ക് ലഭിക്കുക. അപ്പോൾ കണ്ടോ, ഇതൊരു ഡിഫറെന്റ്, കുറച്ചും കൂടിയും ബെറ്റർ ആണ്. പക്ഷെ ഇതൊരു ജസ്റ്റ് ഒരു കാർട്ടൂണിസ്റ്റ് ടച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്ലർനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ജെമിനിയും കുഴപ്പമില്ല. പിന്നെ ജനറേറ്റഡ് ഇമേജ് ആയതുകൊണ്ട് കമ്പയർ വിത്ത് അതർ പ്ലാറ്റ്ഫോം, ദിസ് പ്ലാറ്റ്ഫോം ഓൾസോ ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്താണ്. കാരണം ഞാൻ ജെമിനി അധികം യൂസ് ചെയ്തിട്ടില്ല. ജെമിനി ഞാൻ പിന്നെ കാരണം ChatGPT തന്നെ ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും. നിങ്ങൾക്ക് ഒരു ടൂള് പ്രൊഫഷണൽ ആയാൽ മതി. അപ്പോൾ ആസ് എ മാർക്കറ്റർ, ആസ് എ ട്യൂട്ടോറിയർ okay, as a lecturer, I can suggest you the best AI assistants, ChatGPT and Gemini also good. Okay, അപ്പോൾ ChatGPT-യിലാണ് ഇപ്പോൾ ഈ പ്രോംപ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഹൈ ഡീറ്റെയിൽഡ് ക്വാളിറ്റി ഇമേജസ് ആണ് കിട്ടുക. പക്ഷെ ഒറ്റ ഇമേജ് ഒക്കെ കിട്ടത്തുള്ളൂ, അത് നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓക്കെ, ഞാൻ അത് ChatGPT-ന്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിന്റെ ഫസ്റ്റ് ആയിട്ട് ഞാനത് ഒരു സസ്പെൻസ് ആയിട്ട് ഞാനതിൽ പിന്നെ കൊടുക്കാട്ടോ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് പിന്നെ കോപ്പി ചെയ്ത് ബാക്കിലോട്ട് പോയി പേസ്റ്റ് ചെയ്ത് പറഞ്ഞ് ജനറേറ്റ് ചെയ്യാൻ ആവശ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറേറ്റ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ കൊടുത്ത് I cannot generate the image directly myself, but you can use the exact prompt to
ഓക്കെ, അപ്പൊ ഇത് ക്യാൻവയുടേതായതുകൊണ്ടാണ് കാരണം ChatGPT ഒബ്വിയസ്ലി ChatGPT ജനറേറ്റ് ചെയ്യും. ചില ടൈമിൽ AI ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ തരും. ഒരു കോപ്പി ചെയ്ത് പിന്നെ ക്യാൻവയിലോട്ട് പോകാനാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ആവശ്യമില്ല, നമുക്ക് ജനറേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ഇമേജ് പറഞ്ഞിട്ടുള്ള ടൂൾ ഉണ്ട്. ഇമേജ് ഫോർ ദിസ് പ്രോംപ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് കൊടുക്കാം. ഇവിടെയാണ് ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് എൻ്റെ ക്ലിപ്പ് ബോർഡിൽ ഉണ്ടാവും. എന്താ ക്ലിപ്പ് ബോർഡ് എന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഇതിന് മുന്നേ കോപ്പി ചെയ്തിട്ടുള്ള പിന്നെ കോണ്ടന്റ്സ് ഒക്കെ ഈ ക്ലിപ്പ് ബോർഡിൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് വീണ്ടും കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. Lots of people are creating images right now, so this might be take a bit. When you will notify when the image is ready. Okay, after generating the image, they will notify. Okay, I hope this is fast. അപ്പോൾ അതൊരു സർപ്രൈസ് ആയിട്ടാണ് നിന്നോട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ആ ഇമേജ് എന്താണെന്ന് കാണാം. അത് ഞാൻ ഒബ്വിയസ്ലി എനിക്കറിയാം ആ ഒരു ഇമേജ് അത്രയും ഹൈ ഡീറ്റെയിൽഡ് ആയിരിക്കും. ChatGPT അത്രയും ഹൈ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമുക്കൊരു നമുക്കൊരു ഇമേജ് ജനറേറ്റ് ചെയ്ത് തരാം. അപ്പോൾ ബാക്കി ക്ലാസ്സിൽ നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് എങ്ങനെയാണ് ഒരു AI യൂസ് ചെയ്തിട്ട് വീഡിയോ ജനറേറ്റ് ചെയ്യാന്നുള്ളത് പഠിക്കാം. അങ്ങനെ നമുക്ക് ഒരു 10ാമത്തെ എപ്പിസോഡ് 12ാമത്തെ എപ്പിസോഡൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് വെബ്സൈറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ AI വെച്ചിട്ട് പിന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊരു പിന്നെ എന്താ പറയുക, നമ്മളൊരു പാക്കേജ് ആയിട്ട് ആദ്യം നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ സൈറ്റിന് വേണ്ടിയുള്ള റെസ്റ്റോറൻറ്റിൻ്റെ കുറേ ഇമേജസ്, അതിൽ കപ്പിൻ്റെ കുറേ ഇമേജസ്, അതിൻ്റെ ബാനറിൻ്റെ കുറേ ഡിസൈൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം കളക്ട് ചെയ്തിട്ട് ഡാറ്റാബേസ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പിംഗ് സൈഡ് വരുമ്പോൾ, ഡെവലപ്പിംഗ് സെക്ഷൻസിൽ വരുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് പിന്നെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുവരെ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.